ഭക്തി എന്ന് മനസ്സിലാക്കുക. അത് തന്നെയാണ് ഭക്തിയെ പല രീതിയിൽ പറയുന്നു. ഭഗവത് സ്വരൂപത്തെ അറിയല്, അതിനെയും ഭക്തി എന്ന് പറയുന്നു. അതുകൊണ്ട് ആ സാത്വികമായിട്ടുള്ള ഭാവത്തെ സ്വീകരിക്കുമെന്ന് ഭഗവാനത ഉദ്ധവനിവിടെ ഉപദേശിച്ചു കൊടുത്തു. ഈ സത്വവർദ്ധനയ്ക്ക് പിന്നീട് ഒരു 10 കാര്യങ്ങളാണ് ഭഗവാൻ പിന്നീട് പറഞ്ഞു കൊടുക്കുക. ആഗമോപ പ്രജാദേശ കാല കർമ്മച ജന്മച ധ്യാനം മന്ത്രോധ സംസ്കാരോ ദശൈതേ ഗുണഹേതവഃ. സാത്വിക ഗുണം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് 10 കാര്യങ്ങളെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നു. ശാസ്ത്രം, ജലം, ജനം, സ്ഥലം, സമയം, പ്രവൃത്തി, ജന്മം, ധ്യാനം, മന്ത്രം, സംസ്കാരം. ഈ 10 കാര്യങ്ങളെ. അത് ശാസ്ത്രം എന്ന് വെച്ചാൽ എന്താ? ആത്മധർമ്മങ്ങളെ കുറിച്ച് പറയുന്ന ശാസ്ത്രങ്ങളെ മാത്രം അഭ്യസിക്കുക. ആത്മവിദ്യയാണ് നാം അഭ്യസിക്കേണ്ടത്. ഈശ്വരനെ കുറിച്ചുള്ള അറിവാണ് നാം തേടേണ്ടത്. ഇല്ലാത്ത പ്രപഞ്ചത്തിലെ പല പല വസ്തുക്കളുടെ കണ്ടുപിടുത്തങ്ങളുടെ പിന്നാലെ പോകലല്ല വേണ്ടത്. ഉള്ള ഈശ്വരനെ അറിയാൻ ഉതകുന്ന വിദ്യ, ആ ആത്മധർമ്മങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രങ്ങളെ അഭ്യസിക്കുക. അതുപോലെ ജലം എന്ന് പറഞ്ഞു. ബുദ്ധിയെ മതിപ്പിക്കുന്ന മദ്യം മുതലായിട്ടുള്ളവയെ ഉപയോഗിക്കാതെ പുണ്യതീർത്ഥങ്ങളിലെ ജലം കുടിക്കുക. അപ്പോൾ കേവലം മദ്യം മാത്രമല്ല, ബുദ്ധിയെ മതിപ്പിക്കുന്ന പല വസ്തുക്കളും ഉണ്ടല്ലേ, അത് അധികം ആളുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഇപ്പൊ ചായ, കാപ്പി എന്ന് തന്നെ പറയാം. അതും ഒരു നിലയ്ക്ക് ബുദ്ധിയെ മതിപ്പിക്കുന്നതാണ്. കാരണം കാലത്ത് 7 മണിക്ക് ചായ കുടിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം കാലത്ത് 7 മണിക്ക് ചായ കിട്ടിയില്ലെങ്കിൽ തുടങ്ങും ഈ തലവേദന. അതും ഒരു ലഹരി തന്നെയാണ് ഒരു നിലയ്ക്ക് പറഞ്ഞ. അപ്പൊ ചായയും കാപ്പിയും വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? തീരുമാനിച്ചാൽ മതി. അപ്പൊ ഇതുപോലെ നമ്മുടെ ബുദ്ധിയെ മതിപ്പിക്കുന്ന രീതിയിലുള്ള പാനീയങ്ങൾ ഒഴിവാക്കുക. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്ന് ആദ്യം പറഞ്ഞു. അങ്ങനെയുള്ള പാനീയങ്ങളെയും ഒഴിവാക്കുക. തീർത്ഥജലത്തെ കുടിക്കുക എന്ന് പറഞ്ഞു. പിന്നെ ജനം എന്ന് വെച്ചു. നിവൃത്തി മാർഗനിരതരായ ജനങ്ങളോടുള്ള സംസർഗം, അതാണ് വേണ്ടത്. സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം, അത് ഈ സത്വവർദ്ധനയ്ക്കൊരു ഘടകമാണ്. അതുപോലെ സ്ഥലം, ജനബാധയില്ലാത്ത സ്ഥലത്തിരിക്കുക. അപ്പൊ ചോദിക്കും, ഇവിടെ വരാൻ പറ്റുമോ? ഇവിടെ 5000 പേർക്ക് സൗകര്യം ഉണ്ടാക്കിയിട്ട് 10000 പേര് വന്നിരിക്കുന്നു. എന്തേ ഇവിടെ പറയണത്? നാൽക്കൂട്ടപ്പേര് വഴി ചൂതുകളി നടക്കുന്ന സ്ഥലം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഒരിക്കലും ചെന്നിരിക്കരുത്. കാരണം അതൊക്കെ നമ്മുടെ സത്വഗുണത്തെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളെ ഉപേക്ഷിക്കണം. അതുപോലെ സമയം, ബ്രാഹ്മമുഹൂർത്തം മുതലായിട്ടുള്ള നല്ല നല്ല സമയങ്ങളിൽ ഈശ്വര സേവ, പഠനം മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പ്രദോഷ സന്ധ്യ, അർദ്ധരാത്രി മുതലായിട്ടുള്ള സമയങ്ങളിൽ ഇങ്ങനെയുള്ള പഠനങ്ങളൊക്കെ ഒഴിവാക്കുക. പക്ഷേ ഇന്നത്തെ പഠന രീതി വെച്ച് സാധിക്കുമോ എന്ന് ആലോചിക്കാം. പിന്നെ പ്രവൃത്തി, നിത്യം നൈമിത്തിക മുതലായിട്ടുള്ള കർമ്മങ്ങളെ ചെയ്യലാണ് ഇവിടെ പ്രവൃത്തി. കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കൽ. ഇതിനു മുമ്പ് നമുക്ക് ജന്മം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ ബാക്കി പത്രമാണ് ഈ ജന്മം. ഈ ജന്മം കൊണ്ട് ഇതിനു മുമ്പ് ജന്മം എടുക്കാൻ എന്താണോ ഹേതു, ആ കർമ്മത്തെ ഈ ജന്മത്തിലെ സത്പ്രവൃത്തികളെ കൊണ്ട് ഇല്ലാതാക്കി തീർക്കാനായിരിക്കണം ഈ ജന്മം എന്ന് പറയുന്നു. അല്ലാതെ ഈ ജന്മത്തിലും അങ്ങനെയുള്ള കുറെ കാമ്യകർമ്മങ്ങൾ ചെയ്താൽ ഇത് തീർക്കാൻ എത്രയോ ജന്മങ്ങൾ വരും. കാമ്യകർമ്മങ്ങൾ ചെയ്യൽ തന്നെ വേണ്ട. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ കഥയിൽ പറയും, അദ്ദേഹം ഒരിക്കൽ തന്റെ ശിഷ്യന്മാർക്ക് ഇങ്ങനെ ഉപദേശം കൊടുക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ അങ്ങോട്ട് കയറി വന്നു. വളരെ ധനികനായിട്ടുള്ള ശിഷ്യനാണ്. അപ്പൊ ആ ശിഷ്യനെ നോക്കിയിട്ട് പരമഹംസർ ഇങ്ങനെ ഒന്ന് നോക്കി. പിന്നെ കുറച്ചു കഴിഞ്ഞ് എന്തോ ആലോചിച്ച് ഇങ്ങനെ ചിരിച്ചു അത്രേ. അപ്പോ ശിഷ്യൻ ചോദിക്കുക, എന്തിനെ അങ്ങ് ചിരിച്ചത്? അതോ വേറൊന്നുമല്ല, നീ പുറച്ചിരിക്കുന്ന ആ അംഗവസ്ത്രം, ആ ഷാൾ എനിക്ക് ഇഷ്ടമായി. അതിനിപ്പോ ഇത്ര ചിരിക്കാനുണ്ടോ? അതല്ല ഞാൻ ആലോചിച്ചതേ.
ഇനിയിപ്പോൾ ഞാൻ ഇതിനു വേണ്ടി എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വരുമോ എന്നാണ് ആലോചിച്ചത് അത്രേ. എന്നുവെച്ചാൽ നാം ഈ ജന്മത്തിൽ ചെറിയൊരു വസ്തുവിനെ മോഹിച്ചാൽ അത് കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ തത്തുല്യമായൊരു വസ്തു കിട്ടുന്നത് വരെ ജന്മം എടുക്കേണ്ടി വരും. അപ്പോൾ നാം ഇന്ന് കാലത്ത് മുതൽ ഈ സമയം വരെ എത്ര കാര്യങ്ങൾ മോഹിച്ചു എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇങ്ങനെ വീണ്ടും വീണ്ടും ജന്മങ്ങൾ ഉണ്ടാകാൻ പാകത്തിലുള്ള കാമ്യകർമ്മങ്ങളെ ചെയ്യാതിരിക്കില്ല. അതിനാണ് നിരന്തരം ഈശ്വര സ്മരണ വേണം എന്ന് പറയുന്നത്. നിരന്തരം ഈശ്വര സ്മരണ ഉണ്ടായാൽ ആ ഈശ്വരനിലേക്കാണ് നാം എത്തിച്ചേരുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കർമ്മങ്ങളെ അനുഷ്ഠിക്കണം എന്ന് പറയുന്നു. പിന്നെ വൈഷ്ണവ ശൈവാദി ദീക്ഷകളെ സ്വീകരിക്കുക, അതാണ് ജന്മം. പെട്ടെന്ന് ഫലം നൽകുന്ന ചില ക്ഷുദ്ര ദേവതകളുണ്ട്, അവയെ ഉപാസിക്കാതിരിക്കുക. അത് പറയാൻ കാരണം പല പല TV സീരിയൽ കാണുമ്പോഴും അങ്ങനെയുള്ള പല പല മന്ത്രങ്ങളും പറയും. അത് കേട്ട് വെറുതെ അതിൻ്റെ പിന്നാലെ പോകേണ്ട, പകരം ഈശ്വരനെ സേവിക്കുക എന്ന് പറയുക. പിന്നെ ഭഗവത് സ്വരൂപത്തെ ധ്യാനിക്കുകയാണ് വേണ്ടത്. മനസ്സിനെ ഭ്രമിക്കുന്ന വികാരാദികൾ ഉണ്ടാക്കുന്ന മറ്റ് കാര്യങ്ങളെ ഒരിക്കലും ഓർക്കാതിരിക്കല്. പിന്നെ മന്ത്രം, പ്രണവം മുതലായിട്ടുള്ള മന്ത്രങ്ങളെ ജപിക്കുക. അപ്പോൾ പ്രണവം എന്നുള്ളത് എല്ലാവർക്കും ജപിക്കാമോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് പ്രണവം ജപിക്കണം എന്നല്ല, പകരം നാമം ജപിക്കുക, ഈശ്വര നാമത്തെ ജപിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നല്ല സംസ്കാരം ഉണ്ടാക്കുക. എന്തേ സംസ്കാരം? ഭഗവത് സ്മൃതി മുതലായിട്ടുള്ള സംസ്കാരത്തെ ജനിപ്പിക്കാൻ നോക്കുക. ഇങ്ങനെ ആഗമോപ പ്രജാദേശ, ഇങ്ങനെ 10 കാര്യങ്ങളാണ് നമ്മുടെ സത്വവർദ്ധനയ്ക്ക് ഉതകുന്നവ എന്ന് പറഞ്ഞു. ഇങ്ങനെ ചെയ്താൽ എന്തേ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് മാറ്റം വരിക എന്ന് ചോദിച്ചാൽ, വേണു സംഘർഷ ജോവന്ഹി ദഗ്ധ്വ ശാമിതി തദ്വനം എവം ഗുണവിത്തേജോ ദേഹ ശാമിതി തൽക്രിയ എന്ന് പറയുന്നു. ഈ 2 മുളകൾ കൂട്ടി ഉരസുമ്പോൾ തീ ഉണ്ടാകുന്നത് പോലെ, ആ തീ കത്തിപ്പടർന്ന് അവസാനിക്കുന്നത് പോലെ ഈ ദേഹം കൊണ്ടുണ്ടായ മറ്റ് കർമ്മങ്ങളെയൊക്കെ ഈ ദേഹം കൊണ്ട് തന്നെ നിരന്തര പരിശ്രമം കൊണ്ട്, ഈ നേരത്തെ പറഞ്ഞ 10 കർമ്മങ്ങളെ ആശ്രയിച്ചുകൊണ്ട് സത്വഗുണത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈശ്വരനിലേക്ക് എത്തുകയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ ഈ രജോഗുണത്തിന്റെ പിന്നാലെ പോയാൽ, മോഹങ്ങളുടെ പിന്നാലെ പോയാൽ ദുഃഖമാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ഭഗവാനെ എത്രയോ ആളുകൾ ഈ മോഹത്തിന്റെ പിന്നാലെ പോകുന്നു. അതിനെന്തേ കാരണമെന്ന് ഉദ്ധവൻ ചോദിക്കുമ്പോഴാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്, രജോയുക്തസ്യ മനസ സങ്കല്പ സ വികൽപക തദക്കാമോ ഗുണധ്യാനാൽ ദുസ്സഹസ്യാധി ദുർമദേഹേ. രജോദുഃഖം കൊണ്ടാണ് നമുക്ക് വിപരീത ധ്യാനം ഉണ്ടാവുക. നമ്മുടെ ഉള്ളിൽ രജോഗുണം വർദ്ധിക്കുമ്പോഴാണ് തെറ്റായിട്ടുള്ള രീതിയിലുള്ള വസ്തുക്കളിലേക്ക് നമ്മുടെ മനസ്സ് പോവുക എന്ന് പറയുന്നു. അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആഗ്രഹങ്ങൾ വർദ്ധിക്കും തോറും ഇന്ദ്രിയ ശക്തി കൂടും. നമ്മുടെ മനസ്സിലുള്ള ആ ആഗ്രഹത്തെ നേടിയെടുക്കാൻ വേണ്ടി നാം പരമാവധി പരിശ്രമിക്കും. അങ്ങനെ വിഷയസുഖങ്ങൾ ആപലസ്ഥാനമാണെന്ന് മനസ്സിലാക്കിയിട്ടും രജോ ഗുണം ഈ ചിന്തയെ, ഈ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നില്ല. ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മോഹം എന്ന് പറയും. നിരന്തര യോഗാഭ്യാസം കൊണ്ട് ഈ മോഹത്തെ ഇല്ലാതെയാക്കാം എന്ന് പറയുന്നു. എന്താണ് യോഗം? യോഗ ചിത്തവൃത്തി നിരോധ. അതിനെയാണ് അവിടെ യോഗം എന്ന് പറയാം. മനസ്സിനെ മറ്റെല്ലാ വസ്തുക്കളിൽ നിന്നും മോചിപ്പിച്ച് ഭഗവാനിൽ ഉറപ്പിക്കാൻ സാധിക്കുക. മനസ്സിന്റെ ശാശ്വതമായിട്ടുള്ള ശാന്തി എന്ന അവസ്ഥയ്ക്കാണ് യോഗം എന്ന് പറയാം. ദേഹാദികളിൽ നിന്നും വേറിട്ടിരിക്കുന്ന ആത്മാവിനെ അറിയാൻ സാധിക്കലാണ് വേണ്ടത് എന്ന് പറയുന്നു. അതിനാണ് ഭഗവാനോട് ഹംസാവതാരമായിട്ട് ഭഗവാന്റെ ലീല അവിടെ പറയുന്നത്. സനകാദികൾ ചോദിച്ചു, ഗുണങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഈ മനസ്സിനെ എങ്ങനെ ഇതിൽ നിന്നും തിരിച്ചെടുക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോഴാണ് ബ്രഹ്മാവിന് അതിന് ഉത്തരം പറയാൻ സാധിച്ചില്ല. ബ്രഹ്മാവ് ഭഗവാനെ സ്മരിച്ചു. സമാമ ചിന്തയദ്ദേവ പ്രശ്നപാരതിതീരശയാ തസ്യാഹം ഹംസരൂപേണ സകാശമഗമം തദ്യാ. ബ്രഹ്മാവിന് പോലും ഉത്തരം പറയാൻ സാധിച്ചില്ല. ആ വിഷയങ്ങളിൽ പെട്ടിരിക്കുന്ന മനസ്സിനെ എങ്ങനെ അതിൽ നിന്നും വേർതിരിച്ചെടുക്കാമെന്ന്. അപ്പോഴാണ് ബ്രഹ്മസ്മരണ മൂലം ഭഗവാൻ ഹംസമായിട്ട് അവിടെ എത്തി.